ഒന്നുകൂടെ പതുക്കെ പാടിയാ. കുർത്തക്കേട് കാണിക്കുമ്പോൾ അടി കിട്ടാറുണ്ടോ? ഇല്ല. സ്കൂളിൽ മാത്രം പ്രോഗ്രാംസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? അതിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഫസ്റ്റ് കിട്ടിയത് ഏത് മത്സരത്തിന്? മാത്തൂടെ ഹെഡ് മിസ്ട്രസിന്റെ പേര് അത് സാറല്ലേ പറഞ്ഞു. ഒരു നെഗറ്റീവ് എന്താ ചോദിച്ചാല്? ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. പല പാട്ടുകളും പലർക്കും ഫേവറേറ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ടേണിംഗ് പോയിന്റ് ആയത് ലാലി ലാലി ആയിരിക്കും, കളിമണ്ണിൽ അല്ലേ? എനിക്ക് അതും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായി. മലരൊളി മന്ദാര മലരെ മഞ്ചാടി മണിയെ ചാഞ്ചാടും മഴകേ പുതുമലരെ പൊന്നാര മലരെ എന്നോമൽ കണിയെ എൻ കുഞ്ഞു മലരെ ലാലി 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 ലാലിലേലോ മാണിക്കക്കല്ലാൽ മെഞ്ഞു മെനഞ്ഞേ മാമണിക്കൊട്ടാരം തഴട്ടടച്ചാൽ തനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം കോളിരം വിളിക്കും കാവളിക്കും മയ്യണിക്കുന്നു കാവല് നിൽക്കണം മായ കൊട്ടാരം എന്റെ മോഹക്കൊട്ടാരം. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 പേരുണ്ട്. നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗറാണ് മൃദുല ആൻഡ് ഹർ ഫാമിലി ഫുൾ സിംഗേഴ്സ് ആണ്. സോ ലെറ്റ് മീ വെൽക്കം. ഹായ് ഗൈസ്, വെൽക്കം ടു ദ ഷോ. ഹലോ. ഹായ്. ഞാൻ ആക്ച്വലി മാത്തുക്കുട്ടീൻ്റെ ഫാനാ. മാത്തുക്കുട്ടീനെ ഭയങ്കര ഫാൻസാ. അറിയണ്ടോ വല്ലതും? ഫാൻസ് എങ്ങനെ അറിയോ? എന്താ കാണാറ്? ഫാൻസിനെയൊക്കെ കിട്ടും. മാത്തുവിന്റെ വീഡിയോസ് കാണാറുണ്ട് അല്ലേ? കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? ഫാൻസ് ഒക്കെ എന്ത് പറയണു മാത്തുവിനോട്? ചുമ്മാ ഇടയ്ക്ക് നല്ല കമന്റ്സ് ഒക്കെ ഉണ്ട്. അവർക്കൊരു എൻകറേജ്മെന്റ് അല്ലേ? അതെ അതെ. കുറെ പേര് അവളുടെ പാട്ട് ഇഷ്ടപ്പെടുന്നു, സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ബ്ലെസ്സിങ് അല്ലേ? മോളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു സന്തോഷമല്ലേ? അപ്പൊ അത് അവളെ എടുത്ത് പറയാറുണ്ട് ഞാൻ. അപ്പൊ എല്ലാവരുടെയും ബ്ലെസ്സിങ് നമുക്ക് വേണം അല്ലേ മാത്തു? മാത്തുനപ്പൊ എന്താ തോന്നുക? ഫാൻസ് ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ്, കമന്റ്സ് ഒക്കെ ചെയ്യും, മെസ്സേജ് ഒക്കെ അയക്കും. മാത്തു റിപ്ലൈ ചെയ്യാറുണ്ടോ? ഇല്ല. എന്താ തോന്നുന്നേ അപ്പൊ? സന്തോഷം തോന്നുന്നു. ഇപ്പൊ ഭയങ്കര പൂച്ചക്കുട്ടീനെ പോലെ ഇരിക്കുന്നുണ്ട്. കുറച്ചൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. അതെ, ആക്ച്വലി ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോൾ തന്നെ 3 പേരും പാടും അല്ലെ? അച്ഛനും അമ്മയും മോളും കൂടി പാടും. സോ നമുക്കൊരു ഫാമിലി പാട്ട് ഒരുമിച്ചുള്ള നിങ്ങളുടെ ഒരു സോങ് കേട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും ഇതല്ല ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്ന കുറച്ച് പേരും കൂടി ഉണ്ട്. എൻ്റെ ബ്രദർ നന്നായി പാടും, അച്ഛനും അമ്മയും അവരും നന്നായി പാടാറുണ്ട്. അപ്പൊ അവരെയും നമ്മൾ മിസ് ചെയ്യുന്നു കുടുംബപരമായിട്ട്. ഞങ്ങളെല്ലാരും കൂടെ റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കല്യാണത്തിന് പോയതാ. അപ്പൊ അത് കഴിഞ്ഞ് എല്ലാരും കിട്ടിയൊരു സമയമാണ്. അപ്പോൾ എല്ലാരും കൂടെ ഒരു റീലൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് എൻ്റെ നെവ്യൂ നീസും ഒക്കെ ഉണ്ടായിരുന്നു, ഏട്ടൻ്റെ മക്കള്, പിന്നെ ഇവളും എല്ലാരും കൂടെ നല്ല രസമായിരുന്നു. അപ്പൊ റീലിനൊക്കെ ഭയങ്കര നല്ല റെസ്പോൺസ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് മുന്നേ ഞാൻ പിന്നാലെ എല്ലാരും കൂടെ നമ്മള് ആദ്യം തുടങ്ങി കഴിഞ്ഞാല് പ്രശ്നോട് പ്രശ്നമായിരിക്കും. ഇവരെന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അതെന്നുവെച്ചാൽ ഒരു വരി പാടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അയ്യോ അപ്പൊ പിടിക്കും. ഞാനാണെങ്കിലും ഇപ്പൊ ഇവളും തുടങ്ങി, മാതം തുടങ്ങി. മനസ്സിലായിട്ട് പറയണമെന്നല്ല, ഞങ്ങളിങ്ങനെ പാടുമ്പോ കറക്റ്റ് ആയിട്ട് പാടില്ല, അപ്പൊ കറക്റ്റ് ചെയ്യാനൊരു ടെൻഡൻസിയാ. പക്ഷെ ആള് വെറുതെ ചുമ്മാ മൂളി പാടുന്നതാണ്. അപ്പൊ ശരി. മേലെ പൂമല
വാ നീ വാ നീ വാ. ഓക്കേ, സൂപ്പർ. ആക്ച്വലി അമ്മ ഇങ്ങനെ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ മാത്തു ശല്യം ചെയ്യാറുണ്ടോ? ഇല്ല, നല്ല ഇല്ല. കുട്ടിയായിട്ടിരിക്കും. കേട്ടിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കുന്നതൊക്കെ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇപ്പൊ ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു വളരെ ടഫായിട്ടുള്ളൊരു സോങ്, എന്തെങ്കിലും ഒരു ഹമ്മിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ടഫായിട്ടുള്ളൊരു പ്ലാൻ കേൾക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറയും. ചിലപ്പോൾ അവൾ എന്തെങ്കിലും അധികം ഞാൻ ഫോൺ കൊടുക്കാറില്ല, പക്ഷെ എന്നാലും കേൾക്കുന്ന സമയത്ത് നല്ല നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ആള് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ പാട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ അങ്ങനെ ടഫായിട്ടുള്ള സോങ്സ് ഒക്കെ കേൾക്കുക. അപ്പോൾ അങ്ങനെ ഓടി വന്നിട്ട് പറയാം, അമ്മ ഈ സംഗതി എന്ന് എന്നെ പഠിപ്പിച്ചു തരുമോ, ഈ പ്ലാൻ എങ്ങനെയാണ് പാടുന്നത്. അപ്പൊ ഞാൻ സ്ലോ ഡൗൺ ചെയ്ത് പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് അവൾക്കും കിട്ടണം. ഭയങ്കര ഇഷ്ടമാണ് അത് ട്രൈ ചെയ്യാനായിട്ട്. ഈ സ്വരങ്ങളൊക്കെ ഉള്ള പാട്ട് കേൾക്കുമ്പോഴേ അതൊക്കെ പാടുന്നത് ഭയങ്കര ഒരു ക്വാളിറ്റി ആണെന്നൊരു ഫീലാണ്. അപ്പൊ സംഗതികളും സ്വരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം, പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അതൊക്കെ അതുപോലെ ഞാൻ എൻ്റെ ബാൻഡുണ്ട്. അപ്പൊ ബാൻഡിന്റെ പെർഫോമൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം കണ്ണോട് കാണുമ്പോഴെല്ലാം അപ്പം അതിൽ സ്വരങ്ങൾ ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന കേട്ടപ്പം അപ്പോൾ ആൾക്ക് അമ്മ എനിക്കത് പഠിക്കണം, ഞാൻ പഠിക്കും ഇത്. അപ്പോൾ അവള് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കേട്ട് 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 അങ്ങനെ അവള് തന്നെ അത് ബൈ ഹാർട്ട് ചെയ്തു. അത് ഭയങ്കര പ്രൗഡാണ് എനിക്ക് അത് ആലോചിക്കുന്ന സമയത്ത് മോളെ പറ്റി. അങ്ങനെ ഏതെങ്കിലും ഒരു സ്വരം പാടാൻ പറ്റുമോ? ഇപ്പോ ഏതാ ഫേവറേറ്റ്? അത് തന്നെ കണ്ണോട് കാണുമ്പോഴെല്ലാം അതാണ്. അത് പക്ഷെ അവിടെ പാടി അതല്ലേ പിച്ച. ഓക്കെ, ഒന്നൂടെ പതുക്കെ പാടിയാ ഒന്നൂടെ സ്ലോ ആയിട്ട് പാടിയാ മതി. തിരക്കൂട്ടണ്ട, ശരിയായിട്ടാ പാടുന്നത്, തിരക്കൂട്ടാ പാടിയത് കേട്ടോ. കണ്ണെ വിട്ട് പിരിവതില്ലേ നീ എന്നെ വിട്ട് പിരിവതില്ലേ. താങ്ക് യു, സൂപ്പർ. മാത്തുന് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയത് ഏത് സോങ്ങിനാണ്? എല്ലാരും ഈ പാട്ട് അടിപൊളിയായിട്ടുണ്ട്. അത് നമ്മള് ഇങ്ങനെ റീൽസ് അല്ലേ എല്ലാരും ഇവിടെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു 4 വയസ്സുള്ളപ്പോൾ ഒരു 4 പാട്ടുകൾ നമ്മൾ റീൽസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പല്ലവി മാത്രം. അത് എല്ലാ പാട്ടുകളും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കാൻ എന്താന്ന് വെച്ചാൽ ഇപ്പം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നല്ലോ നിങ്ങളുടെ, അപ്പം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പാട്ട് പാടുന്ന ആള് ഓഡിഷൻ ചെയ്തൊക്കെയാണോ? ബെസ്റ്റ് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബ്രദറും ഹസ്ബൻഡ് സിസ്റ്ററും അവര് തമ്മിലാണ് ചാറ്റ് ചെയ്തത്. അതായത് അവരാണ് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രപ്പോസൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭാരത് മാട്രിമോണിയില്, കേരള മാട്രിമോണി, അപ്പൊ അതിലിങ്ങനെ കുറെ പ്രപ്പോസൽസ്. അപ്പൊ അവരാണ് ചാറ്റ്, ഞങ്ങൾക്ക് ഇതറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു മാച്ച് കണ്ടപ്പോൾ ഫർദർ ഡിസ്കഷൻസിന് വേണ്ടി പിന്നെ പേരൻസ് സംസാരിച്ചു. അപ്പോൾ ഈ പാട്ടെന്നുള്ള ഞാനാണ് അങ്ങോട്ട്, എനിക്ക് ഭയങ്കര കൺസേൺ എന്താ വെച്ചാൽ എനിക്ക് പാട്ട് പാടണം. എൻ്റെ പാട്ടാണ് എൻ്റെ പ്രൊഫഷൻ. അതെ, എനിക്ക് എൻ്റെ പ്രൊഫഷൻ മ്യൂസിക് ആണ്. അപ്പോൾ അത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് ഒബ്ജക്ഷൻ ഒന്നും വരരുത് ഭാവിയിൽ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ. പിന്നെ നാട്ടിലുള്ള ആളാണെങ്കിൽ കുറച്ചുകൂടെ, എനിക്ക് നമ്മുടെ നാട്ടിലാണല്ലോ നമുക്ക് കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഇതൊക്കെയായിരുന്നു എൻ്റെ കണ്ടീഷൻസ്. പക്ഷെ നമ്മൾ തമ്മിൽ വലിയ ഇൻട്രാക്ഷൻ ഒന്നും നടന്നില്ല. അപ്പോൾ എനിക്ക് ഈ കല്യാണത്തിന് ശേഷമാണ്, സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു, കല്യാണത്തിന് ശേഷമാണ് പക്ഷെ ആള് കുറച്ചൊക്കെ പാടും എന്നൊക്കെ അറിഞ്ഞത്. അങ്ങനെ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു, ആള് വർക്ക് ഡിഗ്രി BMS പഠിച്ച കോളേജിൽ, കോട്ടക്കൽ കോളേജിൽ പോയിരുന്നു ഞങ്ങള്. അപ്പൊ അവിടെ എത്തിയപ്പോ എല്ലാരും ഇങ്ങനെ പറഞ്ഞു, ആ പാട്ടുകാരനെ തന്നെയാണല്ലോ കിട്ടിയത്. പാട്ടുകാരനോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ലല്ലോ. ആ സമയത്ത് ഈ നമ്മുടെ
പഠിക്കുന്ന ഗ്രൂപ്പിൽ പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ അത്ര അധികമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ കുറച്ച് പാടുന്ന ആൾക്കാരോട് പാട്ടുകാരാവുക അത്രേ ഉള്ളൂ. പക്ഷെ ആൾക്ക് ഭയങ്കര എല്ലാത്തിലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ പഠിക്കുന്ന സമയത്തൊക്കെ കുറെ ആങ്കറിങ് ചെയ്യായിരുന്നു, കവിത എഴുതുമായിരുന്നു. പിന്നെ പിന്നെ വേറൊരു കോമഡി ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അത് പുറത്തു പറയാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ കുറെ പേർക്കൊക്കെ അറിയാം. എനിക്ക് പെർക്കഷൻ ഇഷ്ടമാണ്, പാട്ട് ഇഷ്ടമാണ്, എഴുത്ത് ഇഷ്ടമാണ്, കവിത. ഒരു കാര്യം മാത്രം പറഞ്ഞില്ല, ഡാൻസ്. അത് തന്നെ കോമഡി എന്താന്ന് വെച്ചാല് ഒരു ഗേൾ ആയിട്ടാണ് ഡ്രസ് ചെയ്തിരിക്കണേ. നാടോടി നൃത്തത്തില് ബാക്കിയൊക്കെ ഗേൾസ്. എന്റെ അച്ഛൻ ഇൻകം ടാക്സിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അവിടെ ഞങ്ങക്ക് ആനുവൽ ഡേ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ബാക്കി എല്ലാരും ഉണ്ട്. അപ്പൊ പെൺകുട്ടി തികഞ്ഞില്ല. അപ്പൊ അത് പേരൻസ് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണ്, അറിയില്ലല്ലോ. അപ്പൊ ആ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ട് ഇതാണ് എന്നെ തുരിപ്പിച്ചിട്ട് എപ്പോഴും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഇപ്പോ ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. പല പാട്ടുകളും പലർക്കും ഫേവറേറ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആയത് ലാലി ലാലി ആയിരിക്കും, കളിമണ്ണിൽ അല്ലേ. എനിക്കതും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം കുട്ടികൾക്ക് പാടിക്കൊടുക്കാനാണെങ്കിലും ഭയങ്കര ഒരു പാമ്പറിങ് ഉള്ള ഒരു സോങ് ആണ്. അപ്പൊ നമുക്ക് ആ വഴിത്തിരിവായ സോങ് ഒന്ന് ലൈവായിട്ട് കേട്ടാലോ? തീർച്ചയായിട്ടും. ലാലി 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 ലേലോ, ലാലി 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 ലേലോ. മലരൊളി മന്ദാര മലരെ മഞ്ചാടി മണിയെ ചാഞ്ചാടും മഴകെ പുതുമലരെ പൊന്നാര മലരെ എന്നോമൽ കണിയെ എൻ കുഞ്ഞു മലരെ. ലാലി 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 ലേലോ, ലാലി 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 ലേലോ. സൂപ്പർ. ഈ സോങ്ങിന് ഒരുപാട് റെക്കഗ്നിഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ? കുറെ ഒരുപാട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്, ഒരു മൈൽ സ്റ്റോൺ ആണ് എൻ്റെ ഒരു മെയിൻ. ഇതിന് സ്റ്റേറ്റ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ സ്പെഷ്യൽ ജൂറി മെൻഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സൈമ അവാർഡ് ഉണ്ടായിരുന്നു, സൗത്ത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ മൂവി അവാർഡ്സ്. പിന്നെ ഏഷ്യനെറ്റ് ആ സമയത്ത് കുറേ അവാർഡ്സ് നടക്കുന്നുണ്ടായിരുന്നു. വനിത അമൃത അവാർഡ്, ജയ്ഹിന്ദ് അവാർഡ്, അങ്ങനത്തെ കുറേ അവാർഡ്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലക്കിലി ദൈവാനുഗ്രഹം കൊണ്ട് അതൊക്കെ കിട്ടി, അത് സെലക്ട് ആയി. മാത്തുവിന് അമ്മ പാടിയതിൽ ഏറ്റവും ഫേവറേറ്റ് സോങ് ഏതാ? ഓക്കെ, പട്ടം പോലെ. ഓക്കെ, ചേട്ടന് ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സോങ് പാടിയത്? എന്നാലൊരു ഫേവറേറ്റ് സാർ പാട്ടുണ്ട്, അത് മറ്റേ അളിവേണി എന്നുള്ളൊരു സോങ് ഉണ്ട്. ആ പാട്ട് ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കിത് ആ പാട്ട് അധികം ശ്രദ്ധിക്കാണ്ട് പോവുകയും ചെയ്തു, സങ്കടം ഉണ്ടായിരുന്നു. അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു സോങ് അല്ല അത്, പക്ഷെ അത് വളരെ നല്ല പാട്ടാണ്. അത് മധുചേട്ടൻ്റെ കൂടെ ഒരു ഡുവറ്റ് ആണ്, ONV സാറിന്റെ ലിറിക്സ് ആണ്. അത് അരുണേട്ടൻ എപ്പോഴും എന്ന് വെച്ചാൽ സെമി ക്ലാസിക്കൽ സോങ്സ് ആണ് കൂടുതൽ ഇഷ്ടം, മെലഡിനെക്കാട്ടും. അപ്പോൾ എപ്പോഴും സെമി ക്ലാസിക്കൽ സോങ്സ് വരുമ്പോൾ അത് പെട്ടെന്ന് നോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് പാടിക്കൊടുക്കാം? തീർച്ചയായിട്ടും. ശ്രീവാദിൻ വേളിക്കോ ഭൂമാതിൻ വേളിക്കോ പൂമായ പൂവെല്ലാം തിരുമണി താലിയാ കുറുമണി താലിയാ അളിവേണി ചുരുൾവേണിയാകെ മണമോലും മലർമാല ചാർത്തി കസവാട കതിരാട മീതേ കളകാഞ്ചി മണി കാഞ്ചി ചാർത്തി
കതിർമണ്ഡപത്തിനു മേലെ കനകത്തിടമ്പെന്ന പോലെ വരു നീ കമനീ ശുഭമീ വലതുപദമളിവേണി അളിവേണി ചുരുൾവേണിയാകെ മണമോലും മലർമാല ചൂടി. ഓക്കെ, ലൈവായിട്ട് ഏറ്റവും കൂടുതൽ പാടുത്തരുന്ന സോങ് ഇതാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാറുണ്ടോ? കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്നു. കല്യാണത്തിന് മുന്നേ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പാട്ടുകാരിയാണല്ലോ, അപ്പൊ എന്തെങ്കിലും പാട്ടിനെ പറ്റി ചോദിക്കണല്ലോ, അതിനെ ചോദിക്കുന്നതാണോ അറിയില്ല, ഫോർമാലിറ്റിക്കാണോ അറിയില്ല. അപ്പൊ പുലർക്കാല സുന്ദര അതെപ്പോഴും ഈ പറഞ്ഞ മാതിരി രാഗ ബേസ്ഡ് സോങ്സ് ഒക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക രാഗത്തില് മാത്രം പ്യുവർലി ആ രാഗം വെച്ച് ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ കൂടുതൽ കേൾക്കുന്നതൊക്കെ കാണാം. ഇപ്പം 2022 ബെസ്റ്റ് സിംഗറിന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2023 ബെസ്റ്റ് സിംഗറിന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പാട്ട് എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടായിരുന്നു. അതെന്താ അങ്ങനെ തോന്നി? അയ്യോ, അത് ഞാൻ എപ്പോഴും എന്നെ പാടാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ അത് മാക്സിമം ഇപ്പൊ നമ്മളെ വിളിക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയൊരു ബ്ലെസ്സിംഗ് അല്ലേ. ഇപ്പൊ ഇത്രയും സിംഗേഴ്സ് ഉണ്ട്, കോമ്പറ്റീഷനാണ്. അപ്പൊ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകാറുള്ളത്. എനിക്ക് പാടാൻ പറ്റണേ, എന്നെ കൊണ്ട് പറ്റണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് അത് അറ്റംപ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ പാടിക്കഴിഞ്ഞ സമയത്ത്, പല്ലവിയൊക്കെ പാടിക്കഴിഞ്ഞ സമയത്ത് സാറിങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. ഇത് കുറച്ച് വൈബ്രൻ്റ് ആയിട്ട് പാടണം. ഈ പാട്ടിൻ്റെ തീം നമുക്കറിയാലോ, ഒരുപാട് ഡാൻസേഴ്സൊക്കെ ഡാൻസ് ചെയ്യുന്ന ഡാൻസ് സീക്വൻസ് ആണ് അതിൻ്റെ വിഷ്വൽസിൽ വരുന്നത്. അപ്പം ഒരു ഡാൻസ് പെർഫോമൻസിന് പറ്റിയ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യണം വോയിസിൽ. അപ്പോൾ അത് എന്തോ അതത്ര സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല ഞാൻ പാടിയ സമയത്ത്. പല്ലവിയൊക്കെ കുറേ പ്രാവശ്യം ഇങ്ങനെ പാടിയിട്ട് ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. അപ്പോൾ സാറും കുറച്ചൊരു ടെൻസ്ഡായി, കുറച്ച് ഇറിറ്റേറ്റഡ് ആയി പോയി സാറും. അപ്പോൾ ഞാനും സാറ് അങ്ങനെ ആകുമ്പോൾ ഒബ്വിയസ്ലി ഞാനും നെർവസ് ആവുമല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ കുറേ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് എൻ്റെ പാട്ടായിരിക്കില്ല, എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഇതായിരിക്കില്ല. ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് സാറിന് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. കാരണം അത്രയും ഒരു വലിയ മ്യൂസീഷ്യനാണ്, സാറിൻ്റെ സമയം ഒക്കെ ഞാൻ കളയല്ലേ എന്നുള്ള എന്തോ ഒരു ഭയങ്കര ഗിൽറ്റി ഫീൽ വന്നിട്ട് ഞാൻ സാറിനോട് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്കിത് വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല, ഞാൻ ക്വിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു. സാറ് പെട്ടെന്ന് ഷോക്ക്ഡായി പോയി. കാരണം സാറിനോട് ആദ്യമായിട്ടായിരിക്കും ഒരു സിംഗർ അങ്ങനെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ആരും പറയില്ലല്ലോ, ആരും പറയില്ല. അപ്പം ഞാനും എന്തോ ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോൾ സാറ് അവിടെ അടുത്തേക്ക് വിളിച്ചിട്ട് സാറ് കുറേ ഉപദേശമൊക്കെ തന്നു, കുറേ മോട്ടിവേഷനും കുറേ പഴയ മ്യൂസീഷ്യൻസിൻ്റെയും ഒക്കെ സ്റ്റോറീസും ഒക്കെ പറഞ്ഞ് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് പിന്നെ ഞാൻ തിരിച്ചു കയറി ഞാൻ പാടിയായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ പാടി. അപ്പോൾ പിന്നെ പാടിയത് ഓക്കെ ആയിരുന്നു. പിന്നെ അതിന് അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് വലിയൊരു സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് എന്ന് പറയുന്ന വലിയൊരു എന്നെപ്പോലൊരു കലാകാരിക്ക് ഒരു വലിയൊരു മുന്നോട്ട് പോകാനുള്ളൊരു ശക്തിയാണ്, ഒരു പ്രചോദനമാണ് അത്. പിന്നെ അത് മാത്രമല്ല, എന്നെ സൈമ അവാർഡും ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം റീസെൻ്റ്ലി ഇന്നലെ ആയിരുന്നു അത് ഫിലിം ഫെയർ അവാർഡ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ആ സോങ് കേൾക്കാതെ വിടാൻ പറ്റില്ല. തീർച്ചയായിട്ടും. മയിൽപീലിളകുന്നു കണ്ണ, മധുമാരി ചൊരിയുന്നു കണ്ണ, മണിമാരിൽ പ്രിയമോടെ കണ്ണ, ഈ വനമാലയണിയോ നീ കണ്ണ, മാധവൻ യദുനന്ദനൻ പ്രിയമാനസൻ ഹരിമുരളി തഴുകും ഒരു മയിൽപീലി. എം ജയചന്ദ്രൻ സാറിന്റെ കൂടെ ഒരുപാട് വർക്ക് ചെയ്യാൻ ചാൻസസ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ? നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഗുരു ശിഷ്യ ബന്ധം എങ്ങനെയാണ്? സാറിന് ഗുരു ശിഷ്യ എന്നുള്ളതിലപ്പുറം ഒരു അനിയത്തി എന്നുള്ളൊരു ഒരു രീതിയിലാണ് എന്നെ കാണുന്നത്. കാരണം പലപ്പോഴും ഇപ്പം അനിയത്തി വല്ല മിസ്റ്റേക്സ് ചെയ്യുമ്പോഴും
വഴക്ക് പറയുമല്ലോ, അതുപോലെ സാർ എന്നെയും വഴക്ക് പറയാറുണ്ട്. അത് എല്ലാവരോടും സാർ അങ്ങനെ തന്നെയാണ്. സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഓരോ സിംഗേഴ്സിന്റെ അടുത്തും ചോദിച്ചാൽ മനസ്സിലാവും. സാർ അങ്ങനെ ഒരു സ്വന്തം ഫാമിലിയിലുള്ള ഒരാളെ പോലെയാണ് സാർ കാണുന്നത്. അപ്പം നന്നായിട്ട് വഴക്കും പറയും, എന്തെങ്കിലും സന്തോഷമുള്ള കാര്യമാണ് അത്രയും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. രണ്ടും ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട്. മാത്തു ഇന്ന് ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്തുവിന്റെ ബോറടി മാറ്റാൻ ഞാൻ ഒരു ഗെയിം തരാം. എപ്പോഴും റെഡിയാണ്. ഇത് മാത്തൂസ് റൗണ്ട്. ഓക്കെ, ചേച്ചി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അതില് അച്ഛനാണോ അമ്മയാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്തുകൊണ്ടെന്ന് റീസണും പറയണം. ഓക്കെ ആണോ? ആലോചിച്ച് പറയണേ മാത്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അച്ഛനാണോ അമ്മയാണോ കൂടുതൽ ഫൺ, തമാശയൊക്കെ പറഞ്ഞ് കൂടുതൽ ഫണ്ണായിട്ടുള്ളതാരാ? രണ്ടാളും അല്ലാതാണോ? അയ്യോ, കുട്ടിയുടെ മുഖം മാറി. ചിരിച്ചിരുന്ന കുട്ടിയെ പെട്ടെന്ന് തന്നെ ഡിമ്മായി. രണ്ടാളും ഫണ്ണാണോ? ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ ആണോ? സത്യം മാത്രമേ ബോധിപ്പിക്കാൻ പാടുള്ളൂ. ആണോ? അവര് പറഞ്ഞല്ലോ അല്ലാന്ന്. കുറച്ചൊക്കെ ഫണ്ണൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, മാതല്ലി ഇപ്പൊ പറഞ്ഞേ ഞങ്ങള് ഫണ്ണാണെന്ന് വീട്ടില്. അല്ല, അമ്മ അത് ശരിയാണെന്നാ പറഞ്ഞത്. ഓക്കെ, അടുത്തത്, ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആരാ? അച്ഛനാണോ? നോട്ടത്തിലെല്ലാം ഉണ്ട്, എനിക്കൊന്നും പറയാനില്ല. എന്താ അങ്ങനെ പറഞ്ഞേ? സ്ട്രിക്റ്റ് അമ്മ ഇപ്പൊ ഷൂട്ടിനൊക്കെ പോകുമ്പോ അച്ഛനും മാത്തും ആയിരിക്കില്ലേ, അപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ അച്ഛൻ? കുറച്ചൊക്കെ സ്ട്രിക്റ്റ് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഉദ്ദേശിക്കണം. അതായത് ആൾക്കൊരു ഫ്രെയിം, നമ്മളിപ്പോ പറയില്ലേ കുഞ്ഞുങ്ങള് വലുതായി വരുന്ന ഫ്രെയിം ആണെന്ന് അറിയില്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് ചിലപ്പോ നമ്മൾ ഇത്ര ഒന്ന് കാര്യങ്ങളൊന്ന് ഇതാവുന്ന സമയത്ത് ചിലപ്പോൾ അയാൾക്ക് അതൊരു സ്ട്രിക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അല്ലാണ്ട് അങ്ങനെ പിന്നെന്താ വെച്ചാൽ ആളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ആളൊരു നമ്മളൊരു വഴക്ക് പറയേണ്ടിയോ തല്ലണ്ടി അങ്ങനെ നല്ല കുട്ടിയാണ്. അല്ല, ആള് മനസ്സിലാക്കും കാര്യങ്ങൾ. അങ്ങനെ പിന്നെ പോവുകയാണെങ്കിലും ആള് എന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. ചിലപ്പം രണ്ടുപേരും ഉണ്ടാവില്ല ഞങ്ങള്. അപ്പൊ എനിക്ക് രാവിലെ 7:30, എനിക്ക് OP ഉള്ള ദിവസം 7:30 പോകണം. മോൾക്ക് 8:15 വണ്ടി വരുള്ളൂ, മുതലേ ഉണ്ടാവില്ല. അപ്പൊ അയാള് മെയ്ഡിന്റെ കൂടെ ഒക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ് മാത്തു. എന്റെ അമ്മ എപ്പോഴും പറയും ഇങ്ങനെ ഒരു മോളെ കിട്ടിയ നിന്റെ ഭാഗ്യമാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും അങ്ങനെ അല്ല. അമ്മ ഞങ്ങളെ പറ്റിയൊക്കെ, ഞാൻ വലിയ കുഴപ്പമില്ലായിരുന്നു. എൻ്റെ ഏട്ടൻ ഭയങ്കര വാശിയും അമ്മ തന്നെ വേണം അങ്ങനെയൊക്കെ ആയിരുന്നു. അമ്മയുടെ കൂടെ തന്നെ അമ്മ എങ്ങടെ മാറിയ അപ്പോൾ പ്രശ്നം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അമ്മ അങ്ങനെ പറയായിരുന്നു, അയ്യോ അതുപോലെയൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ നീ പെട്ടു, നിനക്ക് പ്രോഗ്രാംസിനൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ എനിക്കെന്താ വെച്ചാൽ ഇവള് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പോയാലും അമ്മ കുഴപ്പമില്ല, അവൾക്ക് സങ്കടം ഉണ്ടെങ്കിലും അത് അവൾ ഉള്ളിൽ ഒതുക്കി അത് ചിരിച്ചടിക്കാം. കൂടുതൽ ഫ്രണ്ട്ലി ആരാ? മാത്തു സ്കൂള് വിട്ട് വരുമ്പോ ഏറ്റവും കൂടുതൽ സ്കൂളിലെ കഥയൊക്കെ പറയുന്ന ആരോടാ? അല്ല, വീട്ടിൽ വരുമ്പോ കൂടുതൽ ഫ്രണ്ട്ലി അമ്മയാണോ അച്ഛനാണോ? ആണോ? രണ്ടാളുടെ അടുത്തും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ടോ? ചോദിക്കും. അപ്പൊ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. അപ്പൊ ഞാൻ ആരിനോടുള്ള വെച്ചാൽ ആരിനോട്ട് എല്ലാം ചോദിക്കും ഫ്രീ ആയിട്ട്. ഞങ്ങൾ രണ്ടുപേരും ആണെങ്കിൽ രണ്ടുപേരും ചോദിക്കും. എല്ലാ ദിവസത്തെയും കഥകൾ നമുക്കറിയാം. അതെ അതെ, എല്ലാ അപ്ഡേറ്റ്സും കിട്ടണം. എനിക്ക് പറയൂ, കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? അത് കഴിഞ്ഞ ആഴ്ചക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ്. അതെന്താ അങ്ങനെ? കഴിഞ്ഞ ആഴ്ച വേറെ കുട്ടിയായിരുന്നു. അതെ അതെ, സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 വീക്സ് ഞാൻ പറഞ്ഞുതരാം. സ്കൂള് സ്റ്റാർട്ട് ചെയ്ത് 2 ആഴ്ച അനബല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സാറ, പിന്നെ വേറൊരു കുട്ടിയിലായിരുന്നു, മറന്നുപോയി പേര്. ജാൻവി. അതെ. അതെന്താ എപ്പോഴും ഫ്രണ്ട് മാറുന്നേ? അങ്ങനെ എല്ലാവരുമായിട്ടും അങ്ങനെ ഒരാൾ അങ്ങനെ ഇല്ല മാത്തുവിന്. എല്ലാവരും ഫ്രണ്ട്സ്. ഫ്ലാറ്റിലാണെങ്കിലും എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. കുരുത്തക്കേട് കാണിക്കുമ്പോ അടി കിട്ടാറുണ്ടോ? ഇല്ല. ഇല്ല, അല്ല കുട്ടിയാ, എന്തൊക്കെ ചോദ്യം ചോദിക്കുന്നതെന്നൊക്കെ കുട്ടീൻ്റെ അടുത്ത്. ഓക്കെ, അച്ഛനാണോ അമ്മയാണോ ഏറ്റവും കൂടുതൽ മണ്ടത്തരം ചെയ്യുന്നേ? അതെന്താ? അമ്മ എന്ത് മണ്ടത്തരം ഏറ്റവും കൂടുതൽ ചെയ്തേ? ഒരു മണ്ടത്തരം പറയും.
കൊറേ ഉണ്ടതുകൊണ്ട് ഒരുപാടുണ്ടല്ലോ. ഓക്കെ, എന്നാലും ഒരെണ്ണം പറയൂ, കേക്കട്ടെ. അമ്മ ഇടയ്ക്ക് ഈശ്വരാ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അയ്യോ അയ്യോ മറന്നുപോയി. മറന്നുപോട്ടെ. അമ്മ ഒരു ദിവസം ഇങ്ങനെ ഇങ്ങനെ ഒരു എന്തോ ഒരു സാധനം ഇങ്ങനെ പാചകമൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ആവുന്നില്ല. എന്തോ ഒരു സാധനം വല്ലപ്പോഴും സംഭവിക്കണ ഒരു കാര്യമാണ് കേട്ടോ. എന്നിട്ട് ഇത് ഓണാക്കി, എന്നിട്ട് അമ്മ അത് പൊക്കി, എന്നിട്ട് തീ മൊത്തം ഇങ്ങനെ മുകളിലേക്ക് വരിക. ഈശ്വരാ, എന്നായിരുന്നു? ഓക്കെ ഓക്കെ ഓക്കെ. പത്രം കഴിയായിരുന്നു. അത് ഞങ്ങൾ മെയ്ഡ് ഇല്ലാത്ത ദിവസമാണ്, മനസ്സിലായി. സൺഡേ ഈ ദിവസം സൺഡേ ഇന്നോ? ഇന്നല്ല. ഓ, ഇതുപോലത്തെ ഒരു സൺഡേ. സൺഡേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടില്, ഞങ്ങൾ മൂന്നാള് മാത്രം. സൺഡേ നമ്മുടെ മെയ്ഡിന് ഒരു ഓഫ് കൊടുക്കാറുണ്ട് നമ്മള്. പക്ഷെ വർക്കുള്ള ദിവസം പക്ഷെ എന്തായാലും വരും. വർക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവസരം കിട്ടാറില്ല. ആളുണ്ടെങ്കിൽ ചേച്ചി ഉണ്ടെങ്കിൽ ചേച്ചി ഫുൾ സെറ്റാണ് ചെയ്യും. ഓക്കെ, സൂപ്പർ. മാത്തൂസ് റൗണ്ട് കഴിഞ്ഞു, അടിപൊളി. പക്ഷെ ഒന്നും മനസ്സിലായില്ലല്ലോ കുട്ടിക്ക്. അതാണ് റൗണ്ടിന്റെ പ്രത്യേകത. ഇഷ്ടപ്പെട്ടില്ലേ? ഇത് മാത്തൂന്റെ റൗണ്ട് ആയിരുന്നു. നെക്സ്റ്റ് ആർക്ക് കൊടുക്കണം? അമ്മയ്ക്ക് കൊടുക്കണോ അച്ഛന് കൊടുക്കണോ? അമ്മയുടെ വലിയ റൗണ്ടാ, അത് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. നമുക്ക് കുറച്ച് പാട്ട് റിലേറ്റഡ് അച്ഛന് കൊടുക്കാം. അച്ഛനോട് ചേച്ചി കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന്റെ ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്ന് മാത്ത് വേണം പറയാൻ. ചേച്ചിക്ക് അറിയില്ലല്ലോ ആൻസർ. ഓക്കെ, എന്താ പണി കിട്ടാ ഭയങ്കര ഉത്സാഹം. ഓക്കെ, ചെയ്യട്ടെ. മാത്തൂടെ ക്ലാസ് ടീച്ചറിന്റെ പേര് കറക്റ്റ് ആണോ? ഓക്കെ. മാത്തുവിന്റെ ഫേവറേറ്റ് സബ്ജക്ട്? ഇംഗ്ലീഷ് ഇഷ്ടമാണ് മാത്തുവിന്. പിന്നെന്താ EVS ഇഷ്ടമാണ്. അങ്ങനെ എല്ലാം പറയാം, അത് പറ്റില്ല. അല്ല, ഏറ്റവും ഇഷ്ടം ഇംഗ്ലീഷ്. ഓക്കെ. EVS ഇഷ്ടം. ഇപ്പൊ മാറി. ഞാൻ പറയട്ടെ, ഞാൻ പറയാൻ പോയത് ആൻസർ കറക്റ്റ് ആണോ? അപ്പോ ഇംഗ്ലീഷ് ഇഷ്ടം. അല്ല, ഞാൻ പറയായിരുന്നു ആൻസർ കറക്റ്റ് ആണോ? പക്ഷെ ഇംഗ്ലീഷ് അല്ലേ ആദ്യം പറഞ്ഞ്? മാത്സ് അല്ലേ ഫേവറേറ്റ്? ഇപ്പൊ മാത്സ് ആണ്. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ അവർക്ക് ഇംഗ്ലീഷ് ആയിരുന്നു. ഇപ്പം ഈ തേർഡിലെത്തിയപ്പോ മാത്സ് ആണ് കുറച്ചുകൂടെ ഇഷ്ടം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്തു ക്ലാസ് റൂമിൽ ഏത് ബെഞ്ചിലാണ് ഇരിക്കുന്നത്? അയ്യോ, റൊട്ടേഷൻ റൊട്ടേഷൻ ആണോ? പപ്പേനെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് റൊട്ടേഷൻ ആണെന്ന് പറഞ്ഞു എന്നോട്. ഓർമ്മയുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. മാത്തോടെ ഫേവറേറ്റ് ടീച്ചർ? ഇപ്പൊ തേർഡ് സ്റ്റാൻഡേർഡ് അല്ലേ, ഇതുവരെ ഉള്ളതിൽ ഫേവറേറ്റ് ടീച്ചർ? മാധവന് ഫേവറേറ്റ് ടീച്ചേഴ്സ് കഴിഞ്ഞ വർഷം ക്ലാസ് ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വിൽസി പറഞ്ഞ മിസ്സിനെ ഇഷ്ടമായിരുന്നു. പിന്നെ അതിന്റെ മുമ്പ് 2 വർഷം മിസ് തന്നെയായിരുന്നു ടീച്ചർ, ക്ലാസ് ടീച്ചർ അല്ലേ? ഓക്കെ, ഇനി മാത്തുനെ നോക്കരുത്, എന്നെ നോക്കണം. മാത്തു വെച്ചേക്കുന്ന പൊട്ടിന്റെ കളർ എന്ത് ബ്ലൂ? കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് പറയണം. ലൈറ്റ് ബ്ലൂ ആണ് മാത്തു. അത്ര എനിക്ക് അതെ, കറക്റ്റ് കറക്റ്റ്. ഇല്ല, പറഞ്ഞു. ഇല്ല, കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ്, മാത്തുക്ക് പോവാൻ ഇഷ്ടമുള്ള ഒരു പ്ലേസ്? മാത്തുന് പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ? ദുബായില്. ആണോ? ഓക്കെ, ഇത് ശരിക്കും ഇവർ 2 സ്ഥലത്ത് ഇരുത്തിയായിരുന്നു ചോദിക്കാൻ. ഇതൊക്കെ നമ്മൾ സ്ഥിരം ഡിസ്കഷൻ ആണ് വീട്ടില്. ഓക്കെ, മാത്തുന് പഠിക്കാൻ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്? ടഫായിട്ടുള്ള സബ്ജക്ട് തെറ്റിപ്പോവും. എഴുതുമ്പോ മലയാളം എഴുതുമ്പോ തെറ്റിപ്പോവും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിക്കും. പക്ഷെ ശ്രമിക്കും, പഠിക്കാനൊക്കെ നന്നായി ശ്രമിക്കും. അതൊക്കെ ആണോ? കറക്റ്റ് ആണോ? ഹിന്ദി കുറച്ച് ടഫാണ്. കാരണം ഇവരുടെ CBSE എന്ന് വെച്ചാൽ അവരുടെ നോർത്തിലുള്ള അതേ ഞാൻ പറയാൻ പാടില്ല. ഭയങ്കര അധികം തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കണേ. ഞാനൊന്നും പഠിച്ചിട്ടില്ല അത്രയൊന്നും ഹിന്ദി. കറക്റ്റ് ആണോ? ഓക്കെ, മാത്തുന് ഇപ്പൊ സ്കൂളിൽ മാത്ത് പ്രോഗ്രാംസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? അതിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഫസ്റ്റ് കിട്ടിയത് ഏത് മത്സരത്തിന്? ഞാൻ പോയിട്ടില്ല. ഓൺലി മ്യൂസിക് റിലേറ്റഡ്.
അല്ല ലൈറ്റ് മ്യൂസിക് ആണ് എപ്പോഴും ഇയാള് CBSE സഹോദയ ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് എല്ലാവർക്കും അവസരമാണല്ലോ. അപ്പം കുറച്ചു പേർക്ക് ഓരോ പരിപാടി കൊടുത്തിട്ട് അങ്ങനെ ലൈറ്റ് മ്യൂസിക് കഴിഞ്ഞ് 2 വർഷം പോയത്. എല്ലാ കുട്ടികളും പങ്കെടുക്കുമല്ലോ. അപ്പൊ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് സ്കൂൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും അത്തരം കാര്യങ്ങൾക്കൊക്കെ. ലൈറ്റ് മ്യൂസിക് മാത്തൂടെ ഹെഡ് മിസ്ട്രസിന്റെ പേര് സാറാണ്, ഫാദറാണ്. ഇപ്പൊ ജോർജ് എന്നിട്ട് പറഞ്ഞ പേര് മാത്രം പുതിയ ഫാദർ ഇപ്പൊ മാറിയിട്ടുണ്ട്. മറന്നുപോയല്ലോ. തീർന്നു മാത്തു. പുതിയ ഫാദറാണ് ഇപ്പൊ മാറിയിട്ടുള്ളൂ. ഫാദർ എനിക്ക് ഓർമ്മയില്ല. ലാസ്റ്റ് ടൈം സിൻഡോ ഫാദർ സിൻഡോ ആയിരുന്നു. നല്ല അവര് ഭയങ്കര അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫാദർ. ഷാജു അല്ല മൊത്തം ഷിജോ എന്തോന്റെ പേര്? സണ്ണി പുന്നേലി പറമ്പിൽ. ആദ്യം അത് നിങ്ങളുടെ തീരുമാനത്തിൽ പുതിയ പ്രിൻസിപ്പളാണ്, മാറിയിട്ടുണ്ട്. സൂപ്പർ. പക്ഷെ ഈസി എല്ലാം അല്ലേ? നമുക്ക് അമ്മക്ക് കുറച്ച് ടഫ് കൊടുക്കാം, കുറച്ച് സംസാരിച്ചിട്ട് കൊടുക്കാം. നെക്സ്റ്റ് അമ്മയുടെയാ കുറച്ച് സംസാരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ. മൃദുല എന്നാണല്ലോ പേര്. അപ്പോ അല്ല ചേട്ടനോടാ. മൃദുലമായ ഒരു വൈഫാണോ അല്ലെങ്കിൽ എങ്ങനെയാണ്? ഭയങ്കര ദേഷ്യം വരുന്ന ഈ കാണുന്ന ഒരു ഭയങ്കര ഒരു പാവം ഇന്നസെൻസ് ഉണ്ടോ? ഒരു ഇഷ്ടപ്പെട്ട ബെസ്റ്റ് ക്വാളിറ്റി ഉണ്ടോ? ഞാൻ എന്താ പറയാ, അയാളിങ്ങനെ കൊറേ ക്വാളിറ്റീസ് ഉണ്ട്. അങ്ങനെയല്ല, ഒരു ആള് കള്ളത്തരങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല. അപ്പൊ സ്ട്രേറ്റ് ഫോർവേഡിനെക്കാളും കൂടുതൽ ഓണസ്റ്റ് ആണ്. അപ്പോ ഈ എന്താ പറയാ, പൊതുവേ ഉള്ളൊരു സെലിബ്രിറ്റി അങ്ങനെ ഒരു ലൈഫ് അങ്ങനെയൊന്നും അല്ല. കുറച്ചുകൂടി ഇങ്ങനെ ആൾക്കൊരു ടാലന്റ് ബേസ്ഡ് അങ്ങനെയൊക്കെ ഒരു ആളാണ് ആള്. ക്വാളിറ്റി ബേസ്ഡ് ലൈഫിൽ കുറച്ച് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരാളാണ്. ഓണസ്റ്റ് ആണ് ബേസിക്കലി. അതുകൊണ്ട് തന്നെ കള്ളത്തരങ്ങൾ ചെയ്യാനല്ല, ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. പിന്നെ എല്ലാ വീട്ടിലുള്ള പോലെ ഇടയ്ക്ക് അടിപിടിയും ബഹളമൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. അപ്പൊ അടിപിടി ഉണ്ടാവുമ്പോ ആദ്യം ആരാ സോൾവ് ചെയ്യാൻ വരുന്നത്? അതാ അവളെന്നെയാ വരേണ്ടത്. ആരടി ഉണ്ടാക്കിയാലോ മൃദുലന്നെ വരിക, സോൾവ് ചെയ്യാൻ മൃദുലന്നെ വരിക. തിരിച്ചു ചോദിക്കാൻ ഓൾറെഡി പറഞ്ഞു ആളുടെ കുറെ ക്വാളിറ്റി. അങ്ങനെയാണെങ്കിൽ ഒരു നെഗറ്റീവ് എന്താ ചോദിച്ചാലോ? അതായത് മൃദുല ചേച്ചിയുടെ ക്യാരക്ടറില് ദേഷ്യം, ഈ ഒരു സാധനം എനിക്ക് തീരെ ദേഷ്യമില്ല, ശ്രദ്ധയില്ല പല കാര്യങ്ങൾക്കകത്തും. അത് നമ്മളൊരു ഫാമിലിയിലായതുകൊണ്ട് മാത്രം നമുക്ക് ഒരു ആൻസർ പറയാൻ പറ്റിയത് അല്ലേ? ശ്രദ്ധയില്ല ചില കാര്യങ്ങള്, ഇന്റൻഷനലി അല്ല. കുറെ കാര്യങ്ങൾ ഇപ്പൊ പ്രോഗ്രാം ഉണ്ടാവും, റെക്കോർഡിംഗ് ഉണ്ടാവും, എടുത്തു വെച്ചിട്ടുണ്ടാവില്ല കാര്യങ്ങള്, സമയം ചിലപ്പോൾ ലേറ്റ് ആവും, ഒക്കെ അത്രയേ ഉള്ളൂ. തിരക്കായിരിക്കും പറയാറ്. എൻ്റെ അടുത്ത് ആളെന്ന് വെച്ചാൽ ഭയങ്കര പക്ക പ്ലാനിങ് ആണ് ഭയങ്കര ആളുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, അത് നേരത്തെ ചെയ്തോളൂ കേട്ടോ, അത് അവസാനത്തേക്ക് വെക്കണ്ട. അപ്പൊ ഞാനെന്ന് വെച്ചാൽ മറ്റന്നാള് പോകേണ്ടയാണെങ്കിൽ ഞാൻ പറയും ഇന്ന് തന്നെ പെട്ടിയൊക്കെ റെഡി ആക്കിക്കോ. പിന്നെ അതിനുള്ള ഡോക്യുമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ എന്റെ. റെക്കോർഡിംഗ് വരും ആ സമയത്ത്, അപ്പൊ എല്ലാം തീർന്നില്ലേ, അപ്പൊ പെട്ടിയെടുത്തെങ്കിലും ഉണ്ടാവില്ല, ഭയങ്കര പാനിക് ആവും. എല്ലാം കൂടെ ഒരു ദിവസം ടെൻഷനും ആവും. അപ്പൊ ഇഷ്ടമായ സ്ഥിതിക്ക് മാത്ത് പറഞ്ഞതനുസരിച്ച് ഞങ്ങള് ഗെയിം ഉണ്ടാക്കി, പെട്ടെന്ന് ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി ചോദിച്ചു. അപ്പൊ മാത്ത് ഞങ്ങൾക്ക് പാട്ട് പാടിത്തരും. ഓക്കെ ഡീൽ? താഴിട്ടടച്ചാൽ താനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം, കൊമ്പനും തുമ്പിയും കണ്ണുമായി നിൽക്കണമായ കൊട്ടാരം, എന്റെ കൊട്ടാരം. മാണിക്കല്ലാൽ മെഞ്ഞു മെനഞ്ഞേ മാമണി കൊട്ടാരം, താഴിട്ടടച്ചാൽ താനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം, കോളിരം വിളിക്കും കാവടി മയ്യണി കാവലും മായ കൊട്ടാരം, എന്റെ മോഹക്കൊട്ടാരം. താങ്ക് യു. സൂപ്പർ.